നമസ്കാരം, ഏവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കബീർ ദാസ് എന്ന കവിയുടെ ഒരു കീർത്തനത്തിലെ ചില വരികൾ ഞാനിവിടെ പറയുകയാണ്. ബുര ജോ ദേഖൻ മേൻ ചല, ബുര ന മിലിയ കോയി, ജോ ദിൽ ഖോജ അപ്പണ, മുച്ച്സാ ബുര ന കോയി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്: മോശമായ ഒരു കാര്യം അന്വേഷിച്ച് ഞാൻ നടന്നു അലഞ്ഞു, മോശം കാര്യം ഞാൻ ഒരിടത്തും കണ്ടില്ല. എന്നാൽ മോശമായ ഒരു കാര്യം കണ്ടത് എന്നിൽ തന്നെയാണ്, എൻ്റെ ഉള്ളിലാണ് എന്ന് കവി പറയുകയാണ്. കവിയുടെ അഭിപ്രായമാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണോ നോക്കിക്കാണാൻ ആഗ്രഹിക്കുന്നത് അത് തന്നെ നമുക്ക് കാണാൻ പറ്റും. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കി കാണാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മുടെ കണ്ണുകളിൽ കാണുന്നത് മുഴുവനും നെഗറ്റിവിറ്റി ആയിരിക്കും, നെഗറ്റീവ് എനർജി ആയിരിക്കും. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ പോസിറ്റീവായിട്ടുള്ള കാര്യം നമുക്ക് കാണാൻ പറ്റും. രാജസ്ഥാനിലെ ഒരു 9ാം ക്ലാസ് പഠിപ്പിച്ച് കുറച്ച് ലെസൺസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഒരു ദിവസം ടെസ്റ്റ് പേപ്പറിന് വേണ്ടിയിട്ട് പറഞ്ഞിരുന്നു. അങ്ങനെ ടെസ്റ്റ് പേപ്പറിൻ്റെ ദിവസം എത്തി. രാവിലെ ഞാൻ ക്ലാസ്സിൽ പോയി ക്വസ്റ്റ്യൻ എഴുതാൻ തുടങ്ങി. അപ്പോൾ കുട്ടികൾ പറഞ്ഞു, ഞങ്ങൾ പ്രിപ്പയർഡ് അല്ല, വേറൊരു ദിവസം ടെസ്റ്റ് പേപ്പർ നടത്താം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ക്ലാസ്സിൽ ഫ്ലെക്സിബിൾ അല്ലാതിരുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞു, എനിക്ക് ഇന്ന് തന്നെ ടെസ്റ്റ് പേപ്പർ നടത്തണം എന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടികൾ കംപ്ലൈൻറ്റ് പറയാൻ തുടങ്ങി, പിറുപിറുക്കാൻ തുടങ്ങി. സാറ് വളരെ മോശം സാറാണ്, ഒരു ദയയില്ലാത്ത സാറാണ്, ഒരു കൺസേൺ ഇല്ലാത്ത സാറാണ് എന്നൊക്കെ പറഞ്ഞ് പിറുപിറുക്കാൻ തുടങ്ങി. പക്ഷെ ഞാൻ ഇതൊന്നും ശ്രദ്ധിക്കാതെ ക്വസ്റ്റ്യൻ എഴുതുന്നത് തുടർന്നു. ഞാൻ ക്വസ്റ്റ്യൻ എഴുതിക്കൊണ്ടിരിക്കുന്നു. മുതിർന്ന പെൺകുട്ടികൾ ഇങ്ങനെ ഓരോ കമൻറ്റുകൾ പറഞ്ഞും പിറുപിറുത്തും കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ അതൊന്നും കാര്യമാക്കാതെ ഞാൻ എൻ്റെ ജോലി തുടർന്നു. ഏതാണ്ട് 15 ക്വസ്റ്റ്യനോളം ഞാൻ എഴുതി. 15 ക്വസ്റ്റ്യൻ എഴുതുന്നവരെയും കുട്ടികൾ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 15 ക്വസ്റ്റ്യൻ എഴുതിയതിന് ശേഷം ഞാൻ കുട്ടികളോട് പറഞ്ഞു, ഇതിൽ നിന്ന് ഏതെങ്കിലും 12 ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ നേരത്തെ ഒരു ദയയില്ലാത്ത മോശം സാറാണെന്ന് പറഞ്ഞ കുട്ടികളുടെ അഭിപ്രായം മാറി. കുട്ടികൾ പറഞ്ഞു, സാർ എത്ര ദയയുള്ള നല്ല ഒരു സാറാണ്, ഇങ്ങനെ ഒരു സാറിനെ ഞങ്ങൾ കിട്ടിയതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു എന്ന് പറഞ്ഞ് അവരുടെ അഭിപ്രായത്തെ തിരുത്താൻ തുടങ്ങി. അപ്പോൾ 2 അഭിപ്രായം കേട്ടപ്പോഴും എനിക്ക് ഇമോഷണലി വൈകാരികമായിട്ട് മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല. എത്ര പെട്ടെന്നാണ് കുട്ടികളുടെ അഭിപ്രായം ഇങ്ങനെ മാറിയത് എന്ന ഒരു എക്സൈറ്റ്മെൻറ്റാണ് എനിക്ക് തോന്നിയത്. ഇത് കുട്ടികളുടെ മാത്രമല്ല, ഓരോരുത്തരുടെയും കാര്യം ഇങ്ങനെയാണ്. എത്ര പെട്ടെന്നാണ് നമ്മളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ മാറുന്നത്. നല്ലതെന്ന് പറഞ്ഞ ആളുകൾ തന്നെ മോശമെന്ന് എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. മോശമെന്ന് പറഞ്ഞ ആളുകൾ ഒരു പക്ഷെ നല്ലതെന്ന് പറയുമായിരിക്കും. അപ്പം നത്തിങ് ഈസ് പെർമനൻറ്റ്, ഒന്നും നിലനിൽക്കുന്നതല്ല. നല്ലതെന്ന് പറഞ്ഞ ആളുകൾ നാളെ അത് മാറ്റി പറയാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് നല്ലതെന്ന് പറഞ്ഞത് കൊണ്ട് കൂടുതൽ സന്തോഷം തോന്നേണ്ട കാര്യമില്ല. മോശമെന്ന് പറയുന്ന സമയത്ത് ദുഃഖിക്കേണ്ട കാര്യവും ഇല്ല. നന്മയും തിന്മയും നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. നമ്മൾ നോക്കിക്കാണുന്നത് പോലെയായിരിക്കും ഈ കാര്യങ്ങളൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ എത്ര കണ്ടാലും പിന്നെ കാണാനുള്ള ഒരു ആഗ്രഹം കണ്ണുകൾക്ക്, ഒരു വിഷ്വൽ ട്രീറ്റിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന കണ്ണുകളാണ് നമ്മുടേത്. നമ്മൾ എത്ര കേട്ടാലും പിന്നെയും കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാതുകളാണ് നമ്മുടേത്. കമ്മ്യൂണിക്കേഷൻ ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. നല്ല കമ്മ്യൂണിക്കേഷനൊക്കെ കേൾക്കുമ്പോൾ, അത് ഫീൽ ചെയ്യുമ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റൊക്കെ തോന്നാറുണ്ട്. പർപ്പസ്ഫുള്ളി പല ആളുകളുടെയും അടുത്ത് പോയിട്ട് അവരുടെ കമ്മ്യൂണിക്കേഷൻ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഞാൻ പറയുന്നത് ഇങ്ങനെയാണ്: നമുക്ക് വേണമെങ്കിൽ മറ്റുള്ളവരെ ചിരിപ്പിക്കാം, അതിൻ്റെ കൂടെ നമുക്കും ചിരിക്കാം. മറ്റുള്ളവരെ സന്തോഷിപ്പിച്ച് അതിൻ്റെ കൂടെ നമുക്കും സന്തോഷിക്കാൻ പറ്റും. മറ്റൊരു ഓപ്ഷൻ, മറ്റുള്ളവരെ വേദനിപ്പിക്കാം, എന്നിട്ട് മാറി നിന്ന് വേണമെങ്കിൽ ചിരിക്കുകയും ചെയ്യാം. സാഡിസ്റ്റ് ആകാനും കഴിയും. അപ്പം അത് ഓപ്ഷനാണ്, നമ്മൾ തിരഞ്ഞെടുക്കുന്നത് പോലെ ആയിരിക്കും. ബൂമറാങ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ബൂമറാങ് പണ്ട് ജംഗിൾ ബുക്ക് കാണുമ്പോൾ മൗഗ്ലിയുടെ കയ്യിൽ ഒരു പീസ് ഓഫ് വുഡ് ഇരിക്കും. അത് എറിയുമ്പോൾ അത് ലക്ഷ്യം ഭേദിച്ച് എന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് ചെയ്തിട്ട് തിരിച്ചു വരും. അപ്പോൾ ബൂമറാങ് എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ ഞാൻ എവിടെ കേട്ടു, ബൂമറാങ് കണ്ടുപിടിച്ചത് ഓസ്ട്രേലിയക്കാരാണ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ എറിയുന്ന അതേ സാധനം അത് തിരിച്ചു വരുന്നതിനാണ്, ആ പീസ് ഓഫ് വുഡിനാണ് പറയുന്നത് ബൂമറാങ്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് എന്താണോ വരുന്നത് അതായിരിക്കും തിരിച്ചു വരുന്നത്. ഈ വിതയ്ക്കുന്നത് തന്നെ കൊയ്യുന്നു എന്ന് പറയുന്നത് പോലെ
നമ്മിൽ നിന്ന് എന്താണോ പുറത്തേക്ക് വരുന്നത് അത് തന്നെയായിരിക്കും നമ്മിലേക്ക് തിരികെ വരുന്നത്. നന്മയും കരുണയും സ്നേഹവും ഹംബിൾനെസ്സും ഒക്കെയാണ് നമ്മിൽ നിന്ന് വരുന്നതെങ്കിൽ അത് തന്നെയായിരിക്കും നമ്മിലേക്ക് തിരികെ വരുന്നത്. അരോഗൻസും ഇൻസൾട്ടും ഒക്കെയാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നതെങ്കിൽ അതായിരിക്കും നമ്മിലേക്ക് തിരികെ വരുന്നത്. അതുകൊണ്ട് ബൈബിളിലെ ഒരു വാക്യം കൂടി ഞാൻ ഇത്തരുണത്തിൽ ഉദ്ധരിക്കാൻ താല്പര്യപ്പെടുന്നു. മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അവർക്കും ചെയ്യുവിൻ. മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ എന്താണോ പ്രതീക്ഷിക്കുന്നത് അത് നമ്മൾ ചെയ്യണം എന്നാണ് ബൈബിൾ പറയുന്നത്. കൃഷ്ണമൃഗം അത് പോകുന്നിടത്ത്, അത് ഗ്രേസ് ചെയ്യുന്നിടത്തൊക്കെ അതിനൊരു പ്രത്യേക മണം ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ മണത്തിൻ്റെ ഒറിജിൻ, സ്രോതസ് എവിടെയാണെന്ന് അന്വേഷിച്ച് ഇത് അലഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷെ ഒരിക്കലും അതിന് തിരിച്ചറിയാൻ പറ്റില്ല. ഈ മൃഗം ഫീൽ ചെയ്യുന്ന, എക്സ്പീരിയൻസ് ചെയ്യുന്ന ആ മണം അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് വന്നത്, അല്ലെങ്കിൽ അതിൻ്റെ നാഭിയിൽ നിന്ന് തന്നെയാണ് വന്നത് എന്ന് തിരിച്ചറിയാൻ കഴിയാതെ അത് മണം അന്വേഷിച്ചു കൊണ്ടേ ഇങ്ങനെ നടക്കും. ഒരു നല്ല കാര്യം, നന്മ, അത് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ് വരുന്നത്. ഈ പുതുവർഷം എല്ലാവർക്കും നല്ലത് വരട്ടെ. നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ ശാന്തിയും സമാധാനവും സ്നേഹവും സന്തോഷവും ഒക്കെ പുറത്തേക്ക് വരട്ടെ. നിങ്ങളൊരു അനുഗ്രഹമായിരിക്കട്ടെ. നിങ്ങൾ കൃഷ്ണമൃഗത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ ഒരു മണമായിരിക്കട്ടെ, സൗരഭ്യമായിരിക്കട്ടെ, ഫ്രാഗ്രൻസ്, അരോമയായി മാറട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.